കഴിഞ്ഞ മാസം ഒരു വലിയ സൗഭാഗ്യം എനിക്ക് സിദ്ധിച്ച നിമിഷം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു ശതാബ്ദത്തിന്റെ തന്നെ ഒരു പക്ഷേ താരം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന നാസ ആസ്ട്രോനോട്ട് സുനിത വില്യംസിനെ നേരിട്ട് കാണുവാനും അവരുമായി സംസാരിക്കുവാനും ഒരു അഭിമുഖം നടത്തുവാനും ഒക്കെയുള്ള ഒരു വലിയ സൗഭാഗ്യം എനിക്കുണ്ടായി. സുനിത വില്യംസിനെ ഞാൻ കണ്ടപ്പോൾ അവരോട് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം, അതും ഈ പറഞ്ഞതുപോലെ എൻ്റെ മോൻ ചോദിക്കാനായിട്ട് പറഞ്ഞൊരു ചോദ്യമാണ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ ചോദിക്കാനായിട്ട് പറഞ്ഞ ചോദ്യമാണ്. ഞാനത് അവരോട് പറഞ്ഞിട്ടാണ് ആ ചോദ്യം ചോദിച്ചത്. ഞാൻ പറഞ്ഞു, അവന് അറിയാൻ ആഗ്രഹമുള്ള കാര്യം അവൻ നേരിട്ട് ചോദിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ അവരെ കണ്ടപ്പോഴത്തേക്കും ആ ചോദ്യമൊന്നും അവൻ്റെ വായിൽ വന്നില്ല. അപ്പൊ അങ്ങനെ ഞാൻ ആ ചോദ്യം അവന് വേണ്ടിയിട്ട് ചോദിച്ചു. അവൻ ചോദിച്ച ചോദ്യം ഇതാണ്: എന്നെ പോലെ 1ാം ക്ലാസ്സിലായിരുന്നപ്പോൾ what did you want to become? What did you dream of becoming when you were in class 1? എന്നുള്ളതായിരുന്നു ആ ആദ്യ ചോദ്യം ഞാൻ അവരോട് ചോദിച്ചത്. അന്ന് തന്നെ ഇതുപോലെ വലിയ ആസ്ട്രോനോട്ട് ആകണം, റോക്കറ്റിൽ കയറി പോകണം, സ്പേസിൽ പോകണം എന്നൊക്കെയുള്ള ആഗ്രഹമായിരുന്നു, വേറെന്തെങ്കിലും ആയിരുന്നു എന്നുള്ളതായിരുന്നു. അപ്പൊ അവർ പറഞ്ഞു, വളരെ കൗതുകകരമായിട്ടുള്ളൊരു ചോദ്യമായിട്ടാണ് അതിനെ നോക്കിക്കണ്ടത്. അവർ പറഞ്ഞു, ഇല്ല, എനിക്ക് 1ാം ക്ലാസ്സിൽ വെച്ച് മൃഗങ്ങളെ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഒരു വെറ്റിനറിയൻ ആവണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ഒരു മൃഗ ഡോക്ടർ ആകണം എന്നുള്ളതായിരുന്നു 1ാം ക്ലാസ്സിൽ വെച്ചിട്ട് എൻ്റെ സ്വപ്നം, എൻ്റെ ആഗ്രഹം. അതിനുശേഷം ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ ആയപ്പോഴാണ് ഈ സ്പേസുമായിട്ടുള്ള ഒരു സമ്പർക്കം വന്നത്. അതുപോലെ സ്കൂളിൽ ആരോ വന്നു, ഇങ്ങനെ ഒരു എക്സ്പോഷർ ഉണ്ടെന്നുള്ളത് മനസ്സിലായി. അതിനുശേഷം സ്പേസിനോടൊരു അഭിനിവേശം വന്നു, ബഹിരാകാശം എന്നുള്ളതിനോടൊരു അഭിനിവേശം വന്നു. അങ്ങനെ അതിലേക്ക് പോയതാണ് എന്ന് അവർ മറുപടി പറഞ്ഞു. പക്ഷെ അഭിമുഖം കഴിയാറായപ്പോൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ ആ ചോദ്യത്തിലേക്ക് അവർ തന്നെ തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞു, ഇനി ഞാനിപ്പോൾ നാസയിൽ നിന്നും റിട്ടയർ ആയ സ്ഥിതിക്ക് എൻ്റെ അന്നത്തെ സ്വപ്നത്തിൽ ഞാൻ വീണ്ടും നിക്ഷേപിക്കാൻ പോവുകയാണ് എന്നെ തന്നെ. I'm going to spend more time with animals now and live my life as an animal lover now എന്ന്. ഇത്രയും കാലം ബഹിരാകാശത്ത് പോയി ലോകത്തെ മൊത്തം കീഴടക്കി, ഈ പ്രപഞ്ചത്തെ കീഴടക്കി തിരിച്ചു വന്ന വ്യക്തിയാണ് ആ പറയുന്നത്. ഇനി ഞാൻ മൃഗസ്നേഹിയായി ജീവിക്കാൻ പോവുകയാണ് എന്നത്. ഞാൻ അവിടെ കണ്ടത്, അവർ എന്നോട് പറഞ്ഞ ആ വാക്കുകളിൽ ഞാൻ അവിടെ കണ്ടത്, സ്വയം നിരന്തരം തൻ്റെ സ്വപ്നങ്ങളിൽ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഊർജ്ജസ്വലയായ ഒരു വനിതയാണ്. അവർ നേടിയതിൽ കവിഞ്ഞ് ഇനിയൊന്നും നേടണം എന്ന് ഒരു പക്ഷെ ആർക്കും ആശിക്കാനോ ചിന്തിക്കാനോ പോലും കഴിയില്ലായിരിക്കും, അല്ലെ? അപ്പൊ അത്രയ്ക്ക് ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ കൊടുമുടിയിൽ പോയി തിരിച്ചു വന്ന വ്യക്തിയാണ് ഈ പറയുന്നത്. ആ 1ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന എൻ്റെ സ്വപ്നം എനിക്ക് ഒന്നുകൂടെ തിരിച്ചു പിടിക്കണം. ഐ എം ഗോയിങ് ടു ഇൻവെസ്റ്റ് മൈസെൽഫ് ഇൻ ദാറ്റ് എന്നവർ പറയുകയാണ് വീണ്ടും. അപ്പൊ അങ്ങനെ നിരന്തരം നമ്മുടെ സ്വപ്നങ്ങളിൽ സ്വയം നിക്ഷേപിക്കുക എന്ന് പറയുന്നത് ഒരു ജീവിത വഴിയാണ്. എന്താണ് നിങ്ങൾ നിക്ഷേപിക്കേണ്ടത് എന്ന് ഞാൻ ചോദിച്ചില്ലേ? അതിനുള്ള ഒരു ഉത്തരമാണ് ഞാൻ ഈ നൽകിയത്. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളുടെ ജീവിത പാഠങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ, അത് അബ്ദുൽ കലാം ആണെങ്കിലും സുനിത വില്യംസ് ആണെങ്കിലും നമ്മുടെയൊക്കെ ഇടയിലുള്ള ഒരു പക്ഷെ അത്രയധികം പ്രശസ്തി ഇല്ലെങ്കിലും സ്വന്തം ജീവിത വഴികളിൽ പയറ്റി തെളിഞ്ഞിട്ടുള്ള, അധ്വാനത്തിന്റെ പാതയിൽ നേർമയോടുകൂടി നടന്നിട്ടുള്ള ഓരോ വ്യക്തിയും നമ്മളോട് പറയുന്നത് അത് തന്നെയായിരിക്കും: നിങ്ങളുടെ കരുത്തുറ്റ സ്വപ്നങ്ങളിൽ സ്വയം നിക്ഷേപിക്കുക എന്നുള്ളത്. അങ്ങനെ നിക്ഷേപിക്കാനായി നമുക്ക് ഉള്ളിലൊരു ആർജവം ഉണ്ടായിരിക്കണം, അല്ലെ? ഉള്ളിലൊരു ഊർജം ഉണ്ടായിരിക്കണം. എനിക്കിത് ചെയ്യണം എന്നുള്ള ഒരു വലിയ അഭിലാഷം ഉണ്ടായിരിക്കണം. ആ അഭിലാഷം നമുക്ക് നൽകുന്നത് ഇത്തരം അനുഭവങ്ങളാണ്, ഇത്തരം കൂട്ടായ്മകളാണ്. നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് ഒരുപക്ഷെ ആ അഭിലാഷം നമുക്ക് ഏറ്റവും അധികം ഊർജ്ജസ്വലമായി ലഭിക്കുന്നത്.